ജാസ്മി ശരിക്കും പറഞ്ഞാൽ ഗബ്രീനെ പിടിക്കാണ്ട് കളിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവർ യൂസ് ചെയ്യണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല മറ്റേ ഇവിടെ വന്ന ആൾക്കാർക്ക് നിങ്ങൾ തടി കുറയാൻ നല്ലതാണ്. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞ ആഴ്ചയിൽ എനിക്കറിയാൻ പറ്റും ഞാൻ പുറത്ത് ഹൈപ്പാണോ മീഡിയത്തിലാണോ ലോയലാണോ. ഈ കാട്ടിലെ രാജാവാണ് നമ്മൾ. നിങ്ങളങ്ങനെ വിചാരിച്ചോ? അത് കാട്ടിലെ രാജാവ് തന്നെയാണ്. ഇന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേരെ മണ്ടന്മാരാക്കുകയെങ്കിൽ എനിക്ക് മണ്ടന്മാരാക്കുക അവരെന്നെ മണ്ടന്മാരായിട്ട് ആകുമെന്ന്. അതായത് ഇത്രയും ബിഗ് ബോസ് നടന്നാൽ ഏറ്റവും ഹൈപ്പാർന്ന സീസൺ, ഏറ്റവും റിവ്യൂ ഉള്ള സീസൺ, ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സീസൺ ഇതായിരുന്നു. ഞാനുണ്ടെങ്കിലല്ലേ ജാസ്മിന് കിട്ടുള്ളൂ. അത് ചിന്തിച്ചേ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച എന്തായാലും മോഹിച്ച പെണ്ണായാലും തട്ടിക്കളയണം. എന്താ വൈകിയെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ആദ്യം ഉണ്ടാവേണ്ട ഒരു സമുദായം എന്താണെന്ന് അറിയോ? അതായത് ഒരു പറഞ്ഞ എയർ ആംബുലൻസ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാൾ ഇവിടെ മരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മരിക്കുന്ന ആൾക്കാരും ആശുപത്രിയിൽ എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ ആ ടൈമിങ്ങാണ് ഇപ്പോഴും പറയണത്. കാരണം ഇത്രയും ഗവൺമെൻറ്റിന് കോടികൾ കൊടുക്കുക എവിടെയൊക്കെ മുടക്കാം കാശുണ്ടാക്കാമെങ്കിൽ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എയർ ആംബുലൻസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും കൊടുക്കാനാണ് പറയുന്നത്. സിമ്പിൾ കാര്യമാണ്. സർക്കാരോടാണ് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനോട് കണ്ടുവരില്ല, മോദിയോട് പറയണം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ല മോഡിക്കടെ പറയണമെങ്കിൽ മോദിയുടെ അനുവാദം വേണം തോന്നുന്നു. അപ്പോൾ നമ്മുടെ സർക്കാരോട് പറഞ്ഞത്, അതായത് ഇപ്പം ഞാൻ തന്നെ ഇവിടെ വൈകി വരത്താൻ കാരണം അതാണ്. കാരണം അനങ്ങില്ല. ആല് തൊട്ട് ഇവിടെ വരെ എറണാകുളം വരെ വണ്ടി ഇറങ്ങുന്നതായിരിക്കില്ല. അങ്ങനെ എഴിഞ്ഞ് പോരല്ലോ. നിങ്ങളോട് സോറി ചോദിക്കാം. പ്രസ് മീറ്റ് ഇത് നമ്മുടെ ജിമ്മാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ അരിയായിരുന്നു. കാരണം അത് മാത്രമല്ല നമ്മളിവിടെ ഫിറ്റ്നസ് സെൻ്റർ നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പയ്യൻ വന്ന് പറഞ്ഞ കാര്യമുണ്ട്. ചേട്ടാ ഇവിടെ ഒരു ജിമ്മിനകത്ത് അഡ്മിഷൻ പോയി അവിടെ ചെന്നപ്പോൾ 15 രൂപയാണ് ഇയർലി. അപ്പോൾ അത് ഒന്നിച്ച് കൊടുത്താൽ കയറ്റില്ല അവസ്ഥയാണ്. അങ്ങനെയൊക്കെ ഇവിടെ വന്ന ആൾക്കാർക്കാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു വർഷം കൊണ്ട് അടച്ചാൽ പോലും ഞങ്ങളത് കയറ്റും. കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ പാഷനത്. അപ്പോൾ അതിനകത്ത് കയറിയാണ് ഇവിടെ ആൾക്കാർ കൈവച്ചത്. കാരണം ഈ ജിമ്മ് ഞാൻ ഇവിടെ കക്കാൻ കയറി എന്ന് പറഞ്ഞ നിങ്ങളൊരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ, എല്ലാവരും കണ്ടല്ലേ കക്കാൻ കയറി എന്ന് പറഞ്ഞത്. ഇത് എൻ്റെ ജിമ്മാണ്. എൻ്റെ ജിമ്മെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തിരക്കായിരുന്നു. ഞാൻ പല ജിമ്മുകളും ഇങ്ങനെ ഇവർക്ക് ലീസിനല്ല കൊടുത്തത്. എങ്ങനെ കേട്ടാ, ഇവർക്ക് നടത്തിപ്പവകാശം കൊടുത്തുള്ളൂ. ഒരു 40% നടത്തിപ്പവകാശം. അത് എനിക്കും കൂടി ഇവിടെ വരാം, എനിക്കും കൂടി നടത്താം, അങ്ങനെയുള്ള സംഭവം കൊടുത്തിരുന്നത്. ഇവരൊരു 10 ലക്ഷം രൂപ കൂടുതൽ എന്നെ പറ്റിച്ചു. പിന്നെ ഒരിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടത്തുന്ന ആളുടെ കുട്ടിയുടെ ഹസ്ബൻഡ് MDA കേസിൽ 3 മാസം അകത്ത് കിടന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ MDA കേസിൽ 3 മാസം അകത്ത് കിടന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ് വന്ന് പറഞ്ഞു അത് ശരിയാവില്ല, അവിടെ നടത്താൻ പറ്റില്ല. അത് അറിയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല മറ്റേ ഇവിടെ വന്ന ആൾക്കാർക്ക് നിങ്ങൾ തടി കുറയാൻ നല്ലതാണ് അങ്ങനെ പറഞ്ഞാൽ അവർ വിൽപ്പന തുടങ്ങി. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ അവരോട് പറഞ്ഞിങ്ങനെ ഇത് പറ്റില്ല, ഇറങ്ങാൻ പറഞ്ഞു. നേരിട്ട് കണ്ടോ? അല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് പറയണത്. ഇങ്ങനെ നേരിട്ട് വന്ന് പറയണം ഇങ്ങനെ നിങ്ങൾ ഇറങ്ങി സംഭവം ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് ഇവരെ പിന്നെ എനിക്ക് ഇവരെ മൈൻഡ് ചെയ്യാൻ ഒരു ഫേസ് ചെയ്യാനൊരു മടിയായിരുന്നു. രാത്രി ഞാൻ ഒരു 1 മണിക്ക് 2 മണിക്ക് ഇതിൽ പോയപ്പോൾ എൻ്റെ ഇത് പേഴ്സണൽ റൂമാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ഈ റൂം എന്താ ആ പേഴ്സണൽ റൂമാണ്. അതിനകത്ത് എൻ്റെ ചെക്ക് സാധനമൊക്കെ ഇരുന്നത്. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഷട്ടർ അത്രയും നിങ്ങൾ കണ്ടല്ലേ, ഷട്ടർ അത്രയും താത്തി അവരിടുള്ളൂ. ഷട്ടർ അത്രയും താത്തി അവരിടുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ രാവിലെ വന്നവർ തുറക്കില്ല. ഇവിടെ വന്നൂർ തന്നെ അത് പൊക്കണം. ഇത്രയേ ഉള്ളൂ, പകുതിയേ ഇടുള്ളൂ. ഈ പ്രായമുള്ള ആൾക്കാരെ ഇവിടുന്ന് മോളിലേക്ക് പൊക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അവർ ഇത്ര ഇട്ടിട്ട് താക്കോലത് തുറക്കാം. അപ്പോൾ ഞാൻ വന്നപ്പോഴും അങ്ങനെ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ താക്കോലുണ്ട്, എനിക്ക് വേറെ കുത്തി തുറക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീണ് അവർക്ക് കൊടുത്തത്. അവർ പറഞ്ഞാൽ ഞാൻ കീ കുത്തി തുറന്നു പറഞ്ഞാൽ ഈ സാധനം അതിന് ഗ്ലാസ്സിൻ്റെ ഡോറുണ്ട്, അത് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ഷട്ടർ ഞാൻ വീണ്ടും പൊക്കണ്ടെന്ന് വിചാരിച്ചു തന്നാൽ ഞാൻ പൊക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ താത്തണം. പിന്നെ രാവിലെ വരുമ്പോൾ മറ്റേ ഈ പ്രായമുള്ള ആൾക്കാർ എടുത്ത് പൊക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ കയറി. ഈ സാധനമാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടിട്ട് വെച്ചാൽ ഇവർ ഇവിടുത്തെ വിഷയിലെടുത്തിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് എനിക്കറിയാലോ, എൻ്റെ ജിമ്മല്ലേ. പക്ഷെ ഇവർ വിശ്വസിച്ച് ഇരിക്കണ ഒരു കാര്യമുണ്ട്, എന്താ പറയുമോ? ഒരു വിചാരം ക്യാമറ വർക്ക് ചെയ്യണ്ടാവില്ലെന്നാണ്. നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ക്യാമറയുടെ ഉള്ളിൽ ലൈറ്റ് കത്തണമെന്നില്ല ക്യാമറ വർക്ക് ചെയ്യാൻ. നിങ്ങൾ നിന്ന് കള്ളന്മാർക്ക് ഏറ്റവും പറ്റണവർ പറ്റാതെ നിങ്ങൾ മനസ്സിലാക്കിയോ? അതായത്
ഇവർ വിചാരിക്കും ഇതിൻ്റെ ലൈറ്റ് കത്തുള്ളതല്ല വർക്ക് ചെയ്യണ്ടാവില്ല നിൽക്കും. ജിൻഡോ അങ്ങനെ വിചാരിച്ചിരുന്നു ആദ്യം. എന്തിനാ വിചാരിക്കണേ? ഞാനല്ല സെറ്റ് ചെയ്തത്, ഞാനാണ് സെറ്റ് ചെയ്തത്. അവർക്ക് അറിയില്ലായിരുന്നല്ലോ, അവർക്കറിയില്ല. അവര് എന്നിട്ട് ഇവിടെ ചെയ്ത പോക്കിരിത്തരം സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായ? അപ്പൊ അവര് ഏതറ്റം പോയാൽ പോലും, ഇപ്പൊ നമ്മൾക്കൊരു ഏതറ്റം പോയാൽ പോലും ഞാൻ കേസായിട്ട് പോവും. കാരണം അപ്പൊ ഇവരെ വക്കീലത് ഞാൻ വിളിച്ചായിരുന്നു, നമുക്കിത് കോംപ്രമൈസ് ചെയ്യണം, ഇവർക്ക് 10 ലക്ഷം രൂപ എനിക്ക് തരേണ്ടില്ല, ഇത് കൊടുക്കാണ്ടാക്കണം, പെണ്ണ് കേസ് കൊടുത്താൽ ഭയങ്കര പ്രശ്നമാവും, അതാവും ഇതാവും. അതായത് ഇതോടുകൂടി എൻ്റെ ഈ കേസോടുകൂടി മിക്കാറ് പെണ്ണുങ്ങൾ കേസുകൾ നിർത്തും. അതായത് ഞാൻ 100% നേരെ സുപ്രീം കോടതിയിൽ വിടും കേസ്. അത് മാസം അവരെ അങ്ങോട്ട് നിർത്തിയിരുന്നു. അതെ, ഇപ്പോഴേ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. കറണ്ട് ഇല്ലാതെ CCTV വർക്ക് ചെയ്യുന്നത്? കറണ്ട് ഇല്ലാണ്ട് CCTV വർക്ക് ചെയ്യും, അതൊക്കെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് അറിയുമ്പോൾ നടന്ന് അതാണ് ഈ കള്ളന്മാർക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ ജ്വല്ലറികൾ കുത്തി ഓർക്കാൻ വേണ്ടി ഇവരൊക്കെ ഓർക്കാൻ വേണ്ടി ഇൻവെർട്ടർ കത്തുന്നല്ലേ പറഞ്ഞത്? അല്ല, ഇവിടെ ഇൻവെർട്ടർ അല്ല, ക്യാമറയ്ക്ക് വേണ്ടി മാത്രം വയ്ക്കാൻ പറ്റും. നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ. ഈ ഇപ്പൊ കള്ളന്മാർ ഇപ്പൊ CCTV കാര്യങ്ങൾ പറഞ്ഞല്ലോ, എങ്ങനെയൊക്കെ ഈ ശ്രദ്ധിക്കേണ്ട ക്യാമറനെ പറ്റിയിട്ട് കള്ളന്മാരെ എങ്ങനെ ശ്രദ്ധിക്കുന്നതാണോ? അല്ല, ഇപ്പൊ ജിൻഡോയ്ക്ക് ഇങ്ങനെ വരാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ അവർ സംസാരിച്ചല്ലോ. അതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ എന്നോട് എപ്പോഴും ബിഗ് ബോസിലെ കാര്യം പറയില്ലേ, മണ്ടന്മാരെ അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ 3 വർഷം സത്യസന്ധമായിട്ട് പറയുന്നേട്ടാ, 3 വർഷം തമിഴ്, ഹിന്ദി, മലയാളം നമ്മൾ വണ്ടി പോയാൽ പോലെ ഇങ്ങനെ ലൈവ് വയ്ക്കും. വീട്ടിൽ എല്ലായിടത്തും ഇങ്ങനെ ലൈവ് വെച്ച് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന സാധനം എന്ന് പറയുമോ, എനിക്ക് അവിടെ ആഴ്ചയിൽ ലാലേട്ടൻ പറഞ്ഞ ആഴ്ചയിൽ എനിക്കറിയാൻ പറ്റും ഞാൻ പുറത്ത് ഹൈപ്പാണോ, മീഡിയത്തിലാണോ, ലോയലാണോ. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. അതാണ് ഞാൻ ഈ 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. അതിന് ഞാൻ അവിടെ കളിച്ച കളികളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി തന്നെ ഞാൻ ഒരു തവണ മറ്റേ ഡയലോഗ് പറഞ്ഞായിരുന്നു, സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച എന്തായാലും മോഹിച്ച പെണ്ണായാലും തട്ടി കളയണം. ആ സമയത്ത് ഞാൻ ലോയായി. അതെനിക്ക് അവിടെ നിന്ന് മനസ്സിലാവും. അതാ ഈ സാധനം എൻ്റെ സാധനം വർക്കാവുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. 1 2 സിഗരറ്റ് പിടിച്ചിട്ട് ഞാൻ സൂര്യനമസ്കാരം ചെയ്തില്ലേ, അതും എനിക്കറിയാൻ മനസ്സാവുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ മണ്ടന്മാരാരാ? അവിടെ നിൽക്കണ ബാക്കിയുള്ള ആൾക്കാരാ. പ്രേക്ഷകരല്ല മണ്ടന്മാർ. എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾക്ക് ഇപ്പം അത് ഗെയിമാണ്. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങണം, സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഏത് രീതിയിലാണ് ബെറ്റർ ആക്കേണ്ടതെന്ന് സംവിധാനം തീരുമാനിക്കുന്നത്. ആ സംവിധായകൻ്റെ കലയാണ് ആ സിനിമ. ആ പ്രേക്ഷകരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഗെയിമാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ആ ഗെയിമിൽ എങ്ങനെ കളിക്കണമെന്ന് ഇവിടെ നിന്ന് കയറി ചെല്ലണം തീരുമാനിക്കണം. അവിടെ ബിഗ് ബോസ് ഇരുന്ന് എന്ത് പറഞ്ഞാലും, ലാലേട്ടൻ ഇരുന്ന് എന്ത് പറഞ്ഞാലും, അവിടെയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ തീരുമാനിക്കണം നമ്മളെന്താവണം എന്നുള്ളത്. കാരണം അവരൊക്കെ നമ്മുടെ മേത്തേക്ക് കയറിയും പുറത്തേക്ക് കയറിയും എല്ലാം നിങ്ങൾ കണ്ടാണ്. അപ്പോഴും ഞാൻ തണങ്ങാതിരുന്നത് എൻ്റെ സ്വപ്നം അതേ വലുതായിരുന്നു. അതേപോലെ ഇപ്പം 7 സീസൺ എടുത്തിട്ട് എല്ലാവരും പറയുന്നുണ്ടായി 7 സീസണിൽ ഏറ്റവും മോശം വിന്നറായിട്ട് വരുന്ന ആരാണെന്ന്. കഴിഞ്ഞ സീസണിലെ ആൾക്കാരോട് ചോദിച്ചാലും ബാക്കിയുള്ള സീസണിലെ ആൾക്കാരോട് ചോദിച്ചാലും എല്ലാവരും ജിൻഡോനെ കാണാറുണ്ട്. ജിൻഡോന്റെ പേരാണ് പറയുന്നത് ഏറ്റവും മോശം വിന്നറായിട്ട് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? ജിൻഡോ ആൾക്കാർക്ക് ജിൻഡോയുടെ ഒരു പ്രതികാര ബുദ്ധിയാണോ? അങ്ങനെ ഞാൻ കൂടുതലും സൈലന്റ് ആവാറില്ല ചെയ്യാറ്. ഈ പറഞ്ഞവർക്കൊന്നും ചെറിയൊരു മറുപടി ഞാൻ കൊടുക്കാറുള്ളൂ. നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ഈ എന്താ പറയുക, സിനിമ നിങ്ങൾ ഉറങ്ങൂലേ, ഉറങ്ങുമ്പോഴും അവരുടെ സ്വപ്നം വേറെയാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കാട്ടിലെ രാജാവാണ്. ഈ കാട്ടിലെ രാജാവാണ് നമ്മൾ. നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ? അത് കാട്ടിലെ രാജാവ് തന്നെയാണ്. ഇന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേരെ മണ്ടന്മാരാക്കുകയെങ്കിൽ എനിക്ക് മണ്ടന്മാരാക്കുക, അവരെന്നെ മണ്ടന്നുള്ള ടാഗ് വന്ന് 2 ആഴ്ച നിങ്ങൾ എക്സാമ്പിൾ ചിന്തിക്കുക, അവിടുത്തെ കളി ചിന്തിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ വേറെ മറുപടി ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞില്ലേ ഈ സീസണാണ് ഏറ്റവും കൂടുതലെന്ന്. അതായത് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എടുത്ത് കാണാം. മോഹൻലാൽ ഇവിടുത്തെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ കിഷൻ സാറിനെ വിളിച്ചു. കിഷൻ സാറ് പറഞ്ഞു. കിഷൻ സാറ് വന്ന് പറഞ്ഞത് ലാലേട്ട ഇവിടെയും ജിൻഡോ നമസ്കാരം, അർജുൻ നമസ്കാരം പറഞ്ഞതിൻ്റെ കിഷൻ സാറ് പറഞ്ഞ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസണിൽ, അതായത് ഇത്രയും ബിഗ് ബോസ് നടന്നാൽ ഏറ്റവും ഹൈപ്പാർന്ന സീസൺ, ഏറ്റവും റിവ്യൂ ഉള്ള സീസൺ, ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സീസൺ ഇതായിരുന്നു. അപ്പോൾ ആരെ കഴിവാ? ജാസ്മിൻ ഉള്ളതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് റീച്ച് കിട്ടിയെന്നാണ് വേറൊരു സംസാരം വന്നത്. ഞാനുണ്ടെങ്കിലല്ലേ ജാസ്മിന് കിട്ടുള്ളൂ. അത് ചിന്തിച്ചോക്കേ. അതായത് ജാസ്മിൻ എനിക്ക് നല്ലൊരു എതിരാളിയായിരുന്നു സത്യമായിട്ട്. പറഞ്ഞത് ശരിയാണ്. ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഗബ്രീനെ പിടിക്കാണ്ട് കളിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഗബ്രി പിടിക്കാണ്ടെന്ന് വെച്ച് അതായത് കൂട്ടുപിടിക്കാണ്ട് നമ്മൾ അവർ 2 പേരും കൂട്ടുകൂടാണ്ട് ഒറ്റയ്ക്ക് കളിച്ചായിരുന്നെങ്കിൽ അവർ 2 പേരും നമുക്ക് നല്ലൊരു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവർ കൂട്ടുകൂടിയപ്പോൾ നമുക്ക് നല്ലൊരു
ഇതായിരുന്നു. പക്ഷേ ഈ ജിൻഡോയുടെ വിജയത്തിൽ PR വർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? PR വർക്കിനെ കുറിച്ച് പറയാം.